വെൽക്കം ബാക്ക് ടു ഓൾ ട്രേഡിംഗ് ലേണിംഗ് സീരീസ് ഡേ 9. ഇന്നത്തെ ടോപ്പിക്കിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്നും എങ്ങനെയാണ് ബ്രേക്കർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്യുന്നതെന്നും ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് യൂസ് ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നതുമാണ്. അധികം സമയം കളയേണ്ട, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. കഴിഞ്ഞ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന്. സോ ആ ഒരു ഓർഡർ ബ്ലോക്കുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ ബ്രേക്കർ ബ്ലോക്ക്. ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നതെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. വീഡിയോ പ്ലേലിസ്റ്റിലുണ്ട്. ജസ്റ്റ് ഞാൻ എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഡ്രോ ചെയ്തും ചാർട്ടിലേക്ക് നമുക്ക് പോകാം. മാർക്കറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ആയതിനു ശേഷം ആ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ പിന്നെ ബ്രേക്കർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് അതിൽ വന്നിട്ട് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ തരുന്ന നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് ബിയറിഷ് ആയിക്കോട്ടെ ബുള്ളിഷ് ആയിക്കോട്ടെ, അതിൻ്റെ ആ സ്റ്റാർട്ടിംഗ് ആയിരിക്കും നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത്. സോ ആ ഒരു ഓർഡർ ബ്ലോക്കോട്ട് മാർക്കറ്റ് റീപ്രൈസ് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് ആ ഒരു റണ്ണ് പിന്നെയും കണ്ടിന്യൂ ചെയ്യണം. സപ്പോസ് ആ കണ്ടിന്യൂ ചെയ്യാണ്ട് ആ ഒരു ഏരിയയിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ തരികയും അതൊരു ബ്രേക്കർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഞാനിവിടെ ഒരു ബിയറിഷ് ബ്രേക്കർ ബ്ലോക്കാണ് കാണിച്ചു തരുന്നത്. മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് അതിനുശേഷം ഒന്ന് ഡൗൺ വന്നതിന് ശേഷം മാർക്കറ്റ് എന്താക്കി, ആ ഒരു മുമ്പേ ക്രിയേറ്റ് ചെയ്ത ഹൈനെ ഒന്ന് ബ്രേക്ക് ചെയ്തു. ആ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്താക്കി, ആ ഒരു ബ്രേക്ക് ചെയ്യാൻ സാധിച്ച ലോ നമുക്കവിടെ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. മനസ്സിലായോ? നമ്മളെന്താണ് പഠിച്ചത്? മാർക്കറ്റ് ഹ്യൂജ് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പം പ്രീവിയസ് ആയിട്ടുള്ളൊരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്ക് ചെയ്യാൻ സപ്പോർട്ട് തന്ന ഫസ്റ്റ് ലോയിനായിരിക്കും നമ്മളവിടെ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നത്. സോ മാർക്കറ്റിൽ ആ ഒരു ബ്രേക്ക് വന്നപ്പോൾ അവിടെ ഒരു ഓർഡർ ബ്ലോക്കായി. അതിനുശേഷം മാർക്കറ്റ് എന്താക്കണം, ആ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്ത് ആ റണ്ണ് മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാണ്ട് എന്താക്കും, ആ ഒരു ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകും. ആ സമയം അതൊരു ബ്രേക്കർ ബ്ലോക്കായിട്ട് അവിടെ ആക്ട് ചെയ്യും. മനസ്സിലായി? ആ ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ ബ്രേക്കർ ബ്ലോക്കായി മാറും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബിയറിഷ് ബ്രേക്കർ ബ്ലോക്ക് കിട്ടുകയും ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഓപ്പണിങ്ങിൽ നിന്നും എൻട്രി എടുത്ത് ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ എവിടെയാണോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ബ്രീത്തിങ് സ്പേസ് വിട്ട് സ്റ്റോപ്പ് ലോസും വെച്ച് ഓൾമോസ്റ്റ് ഒരു സേഫ് എക്സിറ്റ് ആയിട്ട് 1:2 ടാർഗറ്റ് വെക്കാവുന്നതുമാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാം. നമ്മളൊരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണ്, അതിൻ്റെ കൂടെ ഒരു FEG വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ നേരെ ആയിട്ട് ഒരു FEG കൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. എന്നാലാണ് അതൊരു വാലിഡ് ബ്രേക്കർ ബ്ലോക്കാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, നമ്മളപ്പോൾ ഡ്രോ ചെയ്ത് കാണിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1 ഹവറിൻ്റെ ഒരു ചാർട്ട് നോക്കാം. യൂറോ യൂഎസ്ഡിൻ്റെ ചാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബിയറിഷ് ബ്രേക്കർ ബ്ലോക്ക് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ഒരു മാർക്കറ്റിലൊരു ആദ്യം ക്രിയേറ്റ് ചെയ്തൊരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് പഠിച്ചത്? അങ്ങനെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോ അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. അപ്പം ഞാൻ ലാസ്റ്റ് ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിനെ വരച്ച സമയത്ത് മാർക്കറ്റ് എന്താക്കി, അതിൽ റെസ്പെക്റ്റ് ചെയ്യാണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകാണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. ഞാനിത് കുറച്ചുകൂടെ നീട്ടി വരയ്ക്കാം, എന്നാലും നിങ്ങൾക്ക് അതിലുള്ള റിയാക്ഷൻ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഓർഡർ ബ്ലോക്കിനെ താഴോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് വേണം, നമുക്കവിടെ ഒരു FEG കൂടെ വേണം. ആ ഒരു ബ്രേക്കർ ബ്ലോക്കിന് നേരെ ഒരു FEG കൂടെ വേണം. ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ബ്രേക്കർ ബ്ലോക്കിന് നേരെ നമുക്കൊരു FEG കൂടെ ഫൈൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് വരാവുന്നൊരു ഡൗട്ടാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓർഡർ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ആയാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രി നോക്കാമല്ലോ എന്ന്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അവിടുന്ന് പറഞ്ഞിരുന്നു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഏതാണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുമല്ലോ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ എൻട്രി നോക്കാം. ഞാൻ എങ്ങനെയായിരുന്നു എൻട്രി നോക്കാമെന്ന് പറഞ്ഞത്, ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഓപ്പണിങ്ങിൽ എൻട്രി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ മുകളിൽ കുറച്ച് ബ്രീത്തിങ് സ്പേസ് വിട്ടിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മളൊരു ബ്രേക്കർ ബ്ലോക്ക് ഫൈൻഡ് ചെയ്തിട്ട് ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ എൻട്രി നോക്കുന്നത്. ഓക്കെ, നമുക്കിനി ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് കൂടെ നോക്കാം. ഇത് നമ്മുടെ ബിയറിഷ് ബ്രേക്കറാണ് നോക്കിയത്. ഇനി നമുക്കൊരു ബുള്ളിഷ് ബ്രേക്കർ കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ലോയിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യണം. പ്രീവിയസ് ആയിട്ട് ലോയിനെ മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ആ ഒരു സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ലാസ്റ്റത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ട്. ഓക്കെ, ബിയറിഷ് സിനേറിയയിലെ ബുള്ളിഷ് ക്യാൻഡിൽ നമ്മളതിനെ താഴോട്ട് നീട്ടി വരച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രേക്കറായി മാറിയിട്ടുണ്ട്. അതിൽ റെസ്പെക്റ്റ് ചെയ്യാണ്ട് താഴോട്ട് പോകാണ്ട് മാർക്കറ്റ് എന്താക്കി, അതിനെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളതൊരു ബ്രേക്കർ ബ്ലോക്കായിട്ട് ഡ്രോ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഓപ്പണിംഗ് നിന്ന് എൻട്രി നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് ആ ഒരു ലാസ്റ്റ് ഏതാണ് ആ OB അല്ലെങ്കിൽ നമുക്ക് ആ ബ്രേക്കർ ബ്ലോക്കിൻ്റെ താഴെ വെക്കുകയും ഒരു 1:2 വരെ നമുക്ക് ടാർഗറ്റ് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ബയാസ് നോക്കണം. മാർക്കറ്റിൻ്റെ ഏത് ഡയറക്ഷനിലാണ് മാർക്കറ്റിന് മൂവ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കണം. അതിന് ശേഷമാണ് ഇതൊക്കെ വാലിഡ് ആണോ അല്ലയോ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ബിയറിഷ് ബ്രേക്കർ ബ്ലോക്കിൻ്റെ വേറെ എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഇവിടെ മാർക്കറ്റ് ബിയറിഷ് മാർക്കറ്റാണ്. ഓക്കെ, നമ്മുടെ ബയാസ് ബിയറിഷ് ആണ്.
അപ്പോൾ മാർക്കറ്റ് എന്താക്കി, ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ആ ഒരു ഹൈനെ പ്രീവിയസ് ഉള്ള ഹൈനെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബ്രേക്ക് ചെയ്തു. ആ ഒരു ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ, ബുള്ളിഷ് മൂവ്മെൻറ്റിലെ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിലാണ് നമ്മുടെ OB എന്ന് പറയുന്നത്. സോ ഞാൻ ആ OB മാർക്ക് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് എന്താക്കി, ആ ഒരു MSS വന്ന് മുകളിലത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴോട്ട് വന്ന് ആ ഒരു OBയെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് പോയി. മനസ്സിലായി? അപ്പോൾ ആ ഒരു OB എന്തായി മാറി, ഒരു BB ആയി മാറി. ഐ മീൻ ആ ഒരു ഓർഡർ ബ്ലോക്ക് ഒരു ബ്രേക്കർ ബ്ലോക്കായിട്ട് മാറി. പിന്നെ നമുക്ക് എന്ത് വേണം, ഒരു FEG കൂടെ ഫൈൻഡ് ചെയ്യണം. സോ ആ ഒരു ബ്രേക്കർ ബ്ലോക്കിനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു FEG കൂടെ ഫോം ആയിട്ടുണ്ട്. സോ നമുക്കത് വാലിഡ് ആണ് കൺഫേം ചെയ്യാം. അപ്പം നമ്മൾ എന്താക്കണം, എൻട്രി എവിടെ എടുക്കണം, ജസ്റ്റ് ആ ഒരു ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഓപ്പണിംഗ് നമുക്ക് എൻട്രി നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു എൻട്രി നോക്കുന്നത് ആ ഒരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഓപ്പണിങ്ങിലും അതോടൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് ആ ഒരു ബ്രേക്കർ ബ്ലോക്ക് ക്യാൻഡിലിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്രീത്തിങ് സ്പേസ് വിട്ടിട്ടും കൂടിയാണ്. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്താക്കി, 1:2 ടാർഗറ്റ് വെച്ചു. നമുക്ക് ആദ്യം വൈകാതെ തന്നെ ഈസി ആയിട്ട് ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്കർ ബ്ലോക്ക് മാർക്കറ്റിൽ വർക്ക് ആവുന്നത്. ഇങ്ങനെയാണ് ഒരു വാലിഡ് ബ്രേക്കർ ബ്ലോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. എല്ലാവർക്കും എങ്ങനെയാണ് ഒരു വാലിഡ് ബ്രേക്കർ ബ്ലോക്ക് കണ്ടുപിടിച്ച് അതിൽ എൻട്രി എടുക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം DM ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സീരീസ് മിസ്സാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ പാട്ടുമായിട്ട് വരുന്നത് വരെ ബൈ.